ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തമ്മിലും കാലൊക്കെ കണ്ട പോലെ തന്നെ നമ്മളൊന്ന് പറയാൻ പോകുന്ന നോ കോസ്റ്റ് EMI കുറിച്ചാണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ കുറേ പേര് നമ്മൾ പ്രൊഡക്ട്സ് വാങ്ങിക്കുന്ന പരിപാടിയാണ് നോ കോസ്റ്റ് EMI. ആ പേരിൽ തന്നെ നിങ്ങൾക്ക് അറിയാം. നമുക്ക് സാധാരണ നമ്മൾ EMI പർച്ചേസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നോ കോസ്റ്റ് EMI എന്ന് പറയുമ്പോൾ നമുക്ക് ആ EMI പർച്ചേസിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അതായത് ഇൻട്രസ്റ്റ് ഫ്രീ EMI എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ സാധനം. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവമാണ്. ഇത് ആക്ച്വലി പറ്റിക്കലാണോ, നമ്മുടെ ഹിഡൻ ചാർജസ് പോകുന്നുണ്ടോ, അതിൻ്റെ ഡീറ്റെയിൽ എന്തൊക്കെ ചാർജസ് ഒരു പിടിക്കുന്നുണ്ട് ഹിഡൻ ആയിട്ട് നമ്മൾ അറിയാണ്ട് ആ സംഭവമാണെന്നത് എങ്ങനെയാണ് ആക്ച്വലി ഇപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് കടക്കാർക്ക് എങ്ങനെയാണ് മുതൽ, അല്ലെങ്കിൽ ബാങ്കുകൾക്ക് എങ്ങനെയാണ് മുതലാവണേ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ജസ്റ്റ് ഷോർട്ടായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു പോട്ടെ, മനസ്സിലാവുന്ന പോലെ തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ എൻ്റെ പേര് ഞാനൊരു ഫിനാൻഷ്യലിസ്റ്റ് ആണ്. നമ്മൾ ടെക്നിക്കൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫയർ ഉണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട, ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പൊ എന്തായാലും നമുക്ക് പറഞ്ഞു തുടങ്ങാം. അപ്പൊ നോർമലി നിങ്ങളൊരു പ്രൊഡക്റ്റ് ഒരു EMI വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ EMI എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ ചാർജസ് അതിൽ വരും? നോർമലി അതിൽ പ്രിൻസിപ്പൽ എമൗണ്ട് വരും, പിന്നെ ഇൻട്രസ്റ്റും കൂടിയിട്ടാണ്, രണ്ടും കൂടിയിട്ടാണ് EMI എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷെ നമ്മുടെ നോ കോസ്റ്റ് EMI എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. നോ കോസ്റ്റ് EMI എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ, ഇൻട്രസ്റ്റ് ഇല്ലാത്ത പരിപാടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ബാങ്കുകൾക്ക് മുതലാവുന്നതായി നോക്കി നോക്കാം. ഇത് ആക്ച്വലി ഈ ബാങ്കുകൾ ആക്ച്വലി ഈ നോ കോസ്റ്റ് EMI ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഇൻട്രസ്റ്റ് ആക്ച്വലി പേ ചെയ്യുന്നത് നമ്മുടെ മർച്ചൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങളൊരു ഷോപ്പിൽ പോയി പ്രൊഡക്റ്റ് വാങ്ങിയെന്ന് വെച്ചാൽ ആ ഷോപ്പാണ് ഈ ആക്ച്വലി ഇൻട്രസ്റ്റ് ബാങ്കിന് കൊടുക്കുന്നത്. ഇപ്പോൾ ആമസോൺ ആണെങ്കിൽ ആമസോണാണ് അവർക്ക് ആക്ച്വലി ബാങ്കിന് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത്. നമുക്കതൊരു അപ്പ് ഫ്രണ്ട് ഡിസ്കൗണ്ട് ആയിട്ട് കാണിക്കുകയും ചെയ്യും നോ കോസ്റ്റ് EMI. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോ കോസ്റ്റ് EMI വരുമ്പോൾ ആൾക്കാർ കുറെണ്ണം വാങ്ങിക്കും. ഇപ്പോൾ നോർമലി ഇപ്പോൾ സാധാരണ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ 1 ലക്ഷത്തിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഒരു കടയിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 പേരെ വാങ്ങിക്കുള്ളൂ. പക്ഷെ അതുമ്പോൾ നോ കോസ്റ്റ് EMI ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിന് പകരം ഒരു 10-15 പേര് വാങ്ങിക്കും. അപ്പോൾ അവർക്ക് അങ്ങനെ ലാഭം കിട്ടും. അപ്പോൾ അങ്ങനെയാണ് അവർ ഈ സാധനം എന്താ പറയുക നോ കോസ്റ്റ് EMI വെച്ചിട്ട് നമ്മുടെ ഇത് ടാക്കിൾ ചെയ്യുന്നത്, ഈ പരിപാടി. അപ്പോൾ അവർക്ക് കൂടുതൽ ബിസിനസ് കിട്ടും. അപ്പോൾ അങ്ങനെ ലാഭം കൂടുതൽ കിട്ടും. അതാണ് ഒരു പരിപാടി. അല്ലാണ്ട് ചുമ്മാ അവർ നമ്മുടെ ഇൻട്രസ്റ്റ് വെറുതെ മർച്ചൻ്റ് പേ ചെയ്യല്ല, അവർക്ക് അതിൽ ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ നോ കോസ്റ്റ് EMI അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതും. അപ്പോൾ ഇത് ആക്ച്വലി നോ കോസ്റ്റ് EMI എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ ഒരു 1 ലക്ഷത്തിൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ സാധാ EMI വാങ്ങിച്ചു കഴിഞ്ഞാൽ 12 മാസത്തേക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും ഒരു 10,000 രൂപ വരെ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ലാസ്റ്റ് എല്ലാം കൂടി അടച്ചു വരുമ്പോൾ നമുക്ക് 1,10,000 രൂപ അടക്കേണ്ടി വരും. പക്ഷേ നിങ്ങളൊരു നോ കോസ്റ്റ് EMI നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ 2,000 രൂപയെങ്കിലും, 2,000 രൂപ വരില്ല, 2,000 രൂപയുടെ താഴെയാണ് നമ്മൾ, അതായത് 1,17,000 അല്ല 1,17,700 രൂപ അത്രയ്ക്ക് ചിലപ്പോൾ ഒരു എക്സ്ട്രാ വരിക. 1,02,000 താഴെ വരും. 1,02,000 താഴെ ആയിരിക്കും നമുക്ക് ഈ നോ കോസ്റ്റ് EMI ആകുമ്പോൾ വരിക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ 2,000 രൂപ എവിടെ നിന്നാണ് വന്നതെന്ന് വിചാരിക്കും. അതായത് നോ കോസ്റ്റ് EMI നമുക്ക് എക്സ്ട്രാ ചാർജ് ഒന്നും ഇല്ല, പക്ഷേ അവിടെയാണ് ഈ ഹിഡൻ ചാർജസ് വരുന്നത്. നമുക്ക് ആക്ച്വലി നോ കോസ്റ്റ് EMI വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒരു ഹിഡൻ ചാർജുകളുണ്ട്. അതായത് പ്രോസസ്സിംഗ് ഫീ, അതെല്ലാത്തിലും ഉള്ളതാണ്. നമ്മുടെ ആദ്യത്തെ EMIയുടെ കൂടെ നമുക്കൊരു പ്രോസസ്സിംഗ് ഫീ വരും, അതിൻ്റെ കൂടെ GST വരും. അപ്പോൾ പ്രോസസ്സിംഗ് ഫീ പ്ലസ് 18% GST, അതാണ് വേറെ ചാർജ് വരുന്നത്. അത് മാത്രമല്ലാണ്ട് നിങ്ങളിപ്പോൾ ഇത് ഇപ്പോൾ ഈ സാധനം ഫോർക്ലോസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു എക്സ്ട്രാ ഫോർക്ലോസ് ചാർജ് വരും, പ്ലസ് GST വരും. അതുപോലെ തന്നെ ഇപ്പോൾ പെനാൽറ്റി കാരണമൊക്കെ ആയി കഴിഞ്ഞാൽ പെനാൽറ്റിയും നമുക്ക് ചാർജ് വരും, പ്ലസ് GST വരും. അപ്പോൾ ഈ ഫസ്റ്റ് സാധനമാണ് നോർമലി നോ കോസ്റ്റ് EMI നമുക്ക് എക്സ്ട്രാ ചാർജ് ആയിട്ട് വരുന്നത്, അതായത് പ്രോസസ്സിംഗ് ഫീ പ്ലസ് GST. അതായത് ഇപ്പോൾ നോർമലി പ്രോസസ്സിംഗ് ഫീ ഒക്കെ ഒരു 3% ടോട്ടൽ എമൗണ്ട് ഒക്കെ വരിക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് 1 ലക്ഷത്തിന് നോർമലി അങ്ങനെയാണ് നമുക്ക് എക്സ്ട്രാ ഒരു ഓൾമോസ്റ്റ് ഒരു 2,000 താഴെയൊക്കെ നമുക്ക് നോർമലി ഇത് നോ കോസ്റ്റ് EMI അടച്ചു വരുമ്പോൾ നമ്മൾ എക്സ്ട്രാ 2,000 താഴെയൊക്കെയാണ് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരിക നോ കോസ്റ്റ് EMI. എന്നാലും നമ്മൾ ബാക്കിയുള്ള EMI വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര കുറവാണ്. എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ കുറേ പേര് എന്താ വെച്ചാൽ പെട്ടെന്ന് 1 ലക്ഷം രൂപ എടുത്തു കൊടുക്കുമ്പോൾ കുറേ പേർക്ക് ചിലവർക്ക് ക്യാഷ് ഉണ്ടായിട്ടും ചിലപ്പോൾ നോ കോസ്റ്റ് EMI ഞങ്ങൾക്ക് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും നോ കോസ്റ്റ് EMI വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാനൊക്കെ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ 1 ലക്ഷം രൂപ നമുക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. 1 ലക്ഷം നിങ്ങളിപ്പോൾ 12 മാസത്തെ നോ കോസ്റ്റ് EMI എടുത്തെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചിലവ് എക്സ്ട്രാ വരുന്നത് ഒരു 17,000 എപ്പോഴും വരണം 1,700 രൂപയാണ്. പക്ഷേ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ നിങ്ങൾ അത്യാവശ്യം നല്ലൊരു ഇൻവെസ്റ്റ്മെന്റിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കൊരു 10%, 12%, 15% വരെ നമുക്ക് റിട്ടേൺ എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അവിടെ അങ്ങനെ ബെനിഫിറ്റ് ഉണ്ട്. അത് ഫുൾ പൊട്ടത്തരല്ല, പക്ഷേ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യണമെന്ന് മാത്രം. അതാണ് കുറേ പേര് ഇപ്പോൾ നോ കോസ്റ്റ് EMI പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്. അപ്പോൾ പിന്നെ നിങ്ങളുടെ വേറെ ഇതിൻ്റെ ഒരു കോൺ എന്ന് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ക്രെഡിറ്റ് ലിമിറ്റ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് വഴിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് അവിടെ ബ്ലോക്ക് ആവും. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് കുറവാണെങ്കിൽ ഇത്രയും ക്രെഡിറ്റ് ലിമിറ്റ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മുടെ സിബിൽ സ്കോർ കുറയാനുള്ള ചാൻസ്, അതായത് യൂട്ടിലൈസേഷൻ റേഷ്യോ കൂടും. അപ്പോൾ സിബിൽ സ്കോർ കുറവാനുള്ള ഒരു ചാൻസും ഉണ്ട് ഇതിന്. അതെല്ലാത്തിനും ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് അത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പറയുമ്പോൾ എല്ലാ സംഭവം പറയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ആക്ച്വലി നോ കോസ്റ്റ് EMI എന്ന് പറയുന്നത്. നോ കോസ്റ്റ് EMI എന്ന് പറയുന്നത് എക്സ്ട്രാ ചാർജ് ഒന്നും ഇല്ല എന്നല്ല, ചെറിയൊരു ചാർജ് അവിടെ വരുന്നുണ്ട്, ഹിഡനായിട്ട് വരുന്നുണ്ട്. അത് നോർമലി ഒരു പറയാറില്ല, അത് വേറെ കാര്യം. അപ്പോൾ എന്ത് വാങ്ങിക്കുമ്പോഴും നമുക്ക് അതും ഒരു എന്താ പറയുക, ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 1 ലക്ഷത്തിന് പ്രൊഡക്റ്റ് നിങ്ങൾ സാധാരണ ഒരു 12 മാസത്തെ EMI വാങ്ങിക്കുമ്പോൾ 10,000 രൂപ കൊടുക്കുന്നതിന് പകരം ഇവിടെ നമുക്കൊരു 1,700 രൂപയൊക്കെയാണ് നമുക്ക് എക്സ്ട്രാ പേയ്മെൻ്റ് ആയിട്ട് വരിക. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു
ഒരു എന്താ പറയുക ഒരു ഇപ്പോൾ 15% വേണമെങ്കിൽ പറയാം ഒരു ചാർജ് ആയിട്ട് നമുക്ക് വരാം. മറ്റേ 100% വരുന്നുണ്ട്, ഇതിൽ വേണമെങ്കിൽ നമുക്കൊരു 15% എക്സ്ട്രാ ആയിട്ട് പറയാം. അത്ര ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ നോർമൽ EMI ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടും ബെറ്റർ തന്നെയാണ് നോ കോസ്റ്റ് EMI. പക്ഷേ അവിടെ ചാർജസ് ഉണ്ട് എക്സ്ട്രാ. എന്താ പറയുക, അപ്പോൾ 1 ലക്ഷത്തിൻ്റെ പ്രൊഡക്റ്റ് തന്നെയാണെങ്കിൽ 1 ലക്ഷം രൂപയല്ല നമ്മളവിടെ നോ കോസ്റ്റ് EMI ആയിട്ടും കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അപ്പ് ഫ്രണ്ട് ആയിട്ട് ഫുൾ ക്യാഷ് ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ 1 ലക്ഷം രൂപയാണല്ലോ കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ അത് ചെറിയൊരു ചാർജ് വരുന്നുണ്ട്, അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ കമ്പാരിറ്റീവ്ലി നോർമൽ EMI ആയിട്ടും ബെറ്റർ തന്നെയാണ് നോ കോസ്റ്റ് EMI. അത് ഒന്നും പറയാനില്ല, അത് എടുത്ത് കാര്യങ്ങൾ. പിന്നെ നോ കോസ്റ്റ് EMI നമുക്ക് ഇഷ്ടം പോലെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ നമ്മുടെ ഇപ്പോൾ എൻ്റെ Pixel 10 ഞാൻ നോ കോസ്റ്റ് EMI നമുക്ക് വാങ്ങിച്ചപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 10,000 രൂപയുടെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കിട്ടി. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡിൽ അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ക്രെഡിറ്റ് കാർഡിൽ ഇപ്പോൾ നോ കോസ്റ്റ് EMI നമുക്ക് വാങ്ങിക്കാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡറിനെ വിളിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് നോ കോസ്റ്റ് EMI ക്യാൻസൽ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഡിസ്കൗണ്ടും കിട്ടും, ആ ബാലൻസ് ഉള്ള എമൗണ്ട് അടച്ചാൽ മതി. അപ്പോൾ അങ്ങനെ കുറച്ച് ബെനിഫിറ്റ് നമുക്ക് വേണമെങ്കിൽ. അതെല്ലാ ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡേഴ്സും ചിലപ്പോൾ തരില്ല, അത് വേറെ കാര്യം. ഡിപ്പെൻസ് അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലും സംഭവമൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ അങ്ങനെയും ചെയ്യുന്നുണ്ട് കുറേ പേര്, അത് വേറെ കാര്യം. അപ്പോൾ ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ, ഇതൊരു ടിപ്സ് ആൻഡ് ട്രിപ്സ് ഒന്നല്ല. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുത്താണ്. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട. ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ് കേട്ടോ. അടുത്ത വീഡിയോ, ബൈ.